Hi friends, welcome back to Petals of Biology. This is a practical class on family Malvaceae. If you get this flower or any flower of this family for practical examination, how you have to write that in the answer paper. So let me demonstrate one by one. Malvaceae is a family coming under the class Dicotyledons, subclass Polypetalae, series Thalamiflorae, and order Malvaceae. Order can be otherwise known as cohort. Cohort Malvaceae. And here we are going to discuss the type specimen, that is Hibiscus rosa sinensis. അല്ലെങ്കിൽ ചെമ്പരത്തി എന്ന് പറയുന്ന ഫ്ലവർ ആണ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഏത് ചെടിയും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആൻസർ ബുക്കിൽ ഏത് രീതിയിൽ എഴുതണം എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഫ്ലവർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ നോക്കേണ്ടത് ഇത് ഏത് ക്ലാസ്സിലാണ് വരുന്നത്. We know this comes under the class Dicot. So Dicot ആണെന്ന് പറയുന്നതിന് പ്രധാനമായ മൂന്ന് കാരണങ്ങളാണുള്ളത്. ഒന്ന്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഓഫ് ദ ലീവ്സ്. രണ്ട്, ടാപ്പ് റൂട്ട് സിസ്റ്റം. മൂന്ന്, ടു കോട്ട്ലിഡൻസ്. ഇതിൽ ഒരു ക്യാരക്ടർ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റൂ ഇവിടെ, ബിക്കോസ് നമുക്കൊരു ട്വിഗും ഫ്ലവറും മാത്രം തരുന്നത്. അപ്പൊ നമുക്ക് റൂട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, രണ്ട് കോട്ട്ലിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് കാണാൻ പറ്റുന്നത് ട്വിഗും ലീഫും മാത്രമാണ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ദിസ് ഈസ് ഹാവിംഗ് റെറ്റിക്കുലേറ്റ് വെയിൻസ് ഇൻ ദ ലീഫ്. സോ നമ്മൾ ഒന്നാമത്തെ റീസൺ എഴുതാൻ പോവാണ്. എന്താണ് ഒന്നാമത്തെ റീസൺ? ദിസ് പ്ലാന്റ് കംസ് അണ്ടർ ദ ക്ലാസ് ഡൈക്കോട്ട്ലിഡൻസ്. നമ്പർ 1, ക്ലാസ് ഡൈക്കോട്ട്ലിഡൻസ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് reticulate venation of the leaves. Then you can write tap root system. Okay. Number 2, രണ്ടാമത്തെ ക്യാരക്ടർ ആണ് സബ്ക്ലാസിന്റെ ക്യാരക്ടർ. Subclass is Polypetalae. What is Polypetalae? We have already discussed so many times what is Gamopetalous flower and Polypetalous flower. Polypetalous flower means a flower having the petals free. Free petals. United അല്ലാത്ത ഫ്രീ പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സിനാണ് നമ്മൾ പോളിപെറ്റാലസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഫ്ലവർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ ഓരോ പെറ്റലും ഫ്രീ ആണ്, യുണൈറ്റഡ് അല്ല, ഫ്രീ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ദിസ് ഇസ് എ പോളിപെറ്റാലസ് ഫ്ലവർ. പോളിപെറ്റാലസ് ആണെങ്കിൽ വേറൊരു ക്യാരക്ടറും കൂടെ ഉണ്ട്. ഒരിക്കലും ഇതിന്റെ ആൻഡ്രീഷ്യം പെറ്റലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവത്തില്ല. ഗാമോപെറ്റാലസ് ഫ്ലവേഴ്സ് ആണെങ്കിൽ ആൻഡ്രീഷ്യം എപ്പോഴും പെറ്റലിൽ നിന്നായിരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെറ്റലിനോട് അറ്റാച്ച് ചെയ്തിരിക്കുകയായിരിക്കും. If the flowers are gamopetalous means the androecium is epipetalous. Epipetalous means the androecium is attached to the petals. But here the androecium is not directly attached to the petals. Such a condition is known as non-epipetalous condition. So you can write two reasons for subclass Polypetalae. They are polypetalous petals and non-epipetalous stamens. Subclass Polypetalae because number 1, polypetalous petals and non-epipetalous stamens. The third character is series. You might have studied different series, that is Thalamiflorae, Disciflorae, Calciflorae. Such a series as you might have studied in the classification. So you have to by heart in which series and which order and which subclass these families are coming. So this plant, this particular plant or this family comes under the series Thalamiflorae. Why it is coming under Thalamiflorae? It is coming under Thalamiflorae because it is having a well developed, well distinct thalamus. ഒരു വ്യക്തമായ ഒരു തലാമസ്, ഒരു പ്ലാറ്റ്ഫോമിന്റെ പുറത്താണ് ഫ്ലോറൽ ഓർഗൻസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്, അതിന്റെ പുറത്തു നിന്നാണ്. അപ്പൊ ഇതിനൊരു വെൽ ഡെവലപ്ഡ് തലാമസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ തലാമിഫ്ലോറെ സീരീസിൽ പെടുത്തിയിരിക്കുന്നത്. എല്ലാ ഫ്ലവേഴ്സിനും വെൽ ഡെവലപ്ഡ് തലാമസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. So this flower comes under Thalamiflorae series
So the reason is it is having well developed thalamus. So series Thalamiflorae because it is having well developed thalamus. Thalamus on which floral organs are arranged. The fourth is order or cohort. This comes under which order or cohort? As you know, many families coming under same order. So many families are there under Malvaceae order. Malvaceae is also a family coming under Malvaceae order. After seeing this flower, you can see it is having epicalyx. This is a pentamerous flower because it is having 5 floral whorls. Monadelphous condition of stamens. All these are the characters of Malvaceae. So you can write 3 or 4 characters of Malvaceae. Order Malvaceae because the reasons are presence of epicalyx, pentamerous flower, regular, actinomorphic, etc. So you have written the reason for class, subclass, series and order. And finally you have to write identification. Identification, you get 1 mark for that. You have to write identification. The question is to find out the family, so you have to write because of the above reasons the given material comes under family Malvaceae. For writing this sentence you get 1 mark. Along with this you have to draw 2 diagrams and a floral formula. The diagrams are the LS of the flower and the floral diagram. Now let us draw the floral diagram and the LS of the flower. Along with that we can write the floral formula also. Style and stigma. The style is covered with the staminal tube. Stamen is in monadelphous condition that we have discussed before. Stamen is in monadelphous condition. The staminal tube covers the entire style. So this is the androecium stamen and this is the staminal tube. Staminal tube. LS of flower. So before drawing the LS you have to take the longitudinal section of the flower. How to take the longitudinal section of the flower? From this position you have to cut the flower in a longitudinal way like this. So you get an equal half like this. And after looking this longitudinal section you have to draw the diagram. First we have to draw the bract, then the stalk. Number of epicalyxes may be 5, 6 or 7, it varies. So here it is 5 in number, so we can draw 1. Look the position of each floral organ, how it is arranged, whether it is opposite to the next floral word or alternate to the next floral word. That you have to observe and you have to draw like that. From this position you have to check whether it is opposite or alternate. So here the epicalyx are opposite to the petals but alternate to the sepals. The epicalyx. So I have represented 5 epicalyx and it is opposite to the petals and alternate to the sepals. Now we have to represent the sepals. Sepals are united. Sepals are united and it is alternate to the petals. The calyx is
is there, calyx cup is there, and each sepals are alternate to the petals. So you have to represent it like that. 1, 5 are there. 1, 2, 3, and 5. So I have represented 5 sepals, and so these are alternate to the petals. When we draw the petals, you will understand that. See, look here. Count the number 1, 2, 3, 4, 5 are there, and they are united to form a calyx cup. So we have to show the union of the sepals like this. They are united, so you have to make a joint like this. 1, 2, 3, 4, and 5. By looking this, you will understand that these sepals are 5 in number and they are united. Now comes the petals. See, check the petals. How many petals are there? 1, 2, 3, 4, 5 petals are there. And if you want to find out the estivation, you have to see the flower bud, mature flower bud. Mature flower bud നോക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ എസ്റ്റിവേഷൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. വിരിഞ്ഞ ഒരു ഫ്ലവർ നോക്കിയാൽ നമുക്ക് അതിന്റെ എസ്റ്റിവേഷൻ അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് ഒരു ട്വിഗ് തരുമ്പോൾ അതിൽ എപ്പോഴും ഒരു ഓപ്പൺ ഫ്ലവറും ഉണ്ടായിരിക്കും, അൺഓപ്പൺഡ് മെച്ചർ ഫ്ലവർ ബഡും ഉണ്ടായിരിക്കും. ആ മെച്ചർ ഫ്ലവർ ബഡ് നോക്കിയിട്ട് വേണം അതിന്റെ എസ്റ്റിവേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ. ഇവിടെ ഇപ്പൊ എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ ആണ്. ഓവർലാപ്പ് ചെയ്യുന്ന ഓരോ പെറ്റിലും ഓവർലാപ്പ് ചെയ്ത് വരുന്ന ഒരു ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ ആണ് ഉള്ളത്. അപ്പൊ അതാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ പെറ്റൽസ് എല്ലാം ട്വിസ്റ്റഡ് എസ്റ്റിവേഷനിലാണ്. ആൻഡ് ദ പെറ്റൽസ് ആർ ഫ്രീ. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ യൂണിയൻ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ദ പെറ്റൽസ് ആർ ഓപ്പോസിറ്റ് ടു ദി എപ്പികാലിക്സ്. എപ്പികാലിക്സിന്റെ ഓപ്പോസിറ്റിലാണ് വരുന്നത്. അപ്പൊ 1, 5 ഉണ്ട് നമുക്കറിയാൻ പെറ്റല്. 1 പെറ്റലിനെ നമുക്ക് കുറച്ചുകൂടെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 1, 2, 3, 4, 5. So 5 petal ആണ് ഉള്ളത്. പക്ഷേ ഇത് ഒരു ട്വിസ്റ്റഡ് വേയിലാണ്. So by looking this you will understand that this is having 5 petals. They are free and it is in twisted distribution. Look here, one side is in, one side is out. One side is in, one side is out. So it is in a twisted way. But here actually this is a polypetalous flower, even though the base of the corolla is just attached to the staminal tube. സ്റ്റാമിനൽ ട്യൂബിലോട്ട് ചെറിയ കണക്ഷൻ ഉണ്ട് ബേസ് ഓഫ് ദ പെറ്റൽസിന്. അപ്പൊ അതുകൊണ്ട് ചെറിയ കണക്ഷൻ ഉണ്ട്. ആക്ച്വലി ഇത് പോളിപെറ്റാലസ് ഫ്ലവർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ആ കണക്ഷൻ നമ്മൾ കാണിക്കണം. അപ്പൊ അടുത്ത ഫ്ലവർ ഓർഗൻ ഏതാണ്? ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം നമുക്കറിയാം. ആൻഡ്രീഷ്യത്തിന് ഒരു സ്റ്റാമിനൽ ട്യൂബ് ആണ് ഉള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഇതിൽ നമുക്ക് സ്റ്റൈലും സ്റ്റിഗ്മയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്റ്റൈലിനെ പൊതിഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റാമിനൽ ട്യൂബ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റൈലും സ്റ്റിഗ്മയും ഞാൻ ഇപ്പൊ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഇതൊരു ട്യൂബാണ്. ഈ ട്യൂബ് ഉണ്ടായിരിക്കുന്നത് സ്റ്റേമൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോറൽ ഡയഗ്രം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. ഇങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫ്ലവറിന്റെ പാർട്സ് ഇരിക്കുന്നത് ആ രീതിയിലാണ് നമ്മൾ ഫ്ലോറൽ ഡയഗ്രം വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ട് ആയിരിക്കും കിട്ടുന്നത്, സ്റ്റാമിനൽ ട്യൂബിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത് നമുക്ക് നോക്കാം. സ്റ്റാമിനൽ ട്യൂബ് വിൽ ബി ലൈക്ക് ദിസ്. ഒരു റൗണ്ട് സ്ട്രക്ചർ ആയിരിക്കും. ഈ റൗണ്ട് സ്ട്രക്ചറിനെ നമുക്ക് എല്ലാം ഡബിൾ ലൈൻ ഉപയോഗിച്ച് വേണം ഫ്ലോറൽ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. ന്യൂമറസ് സ്റ്റേമൻസ്, ഒരുപാട് സ്റ്റേമൻസ് അവിടെ ഉണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാൻ പ്രയാസമായിട്ടുള്ള രീതിയിൽ ധാരാളം സ്റ്റേമൻസ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ പെറ്റലും സ്റ്റാമിനൽ ട്യൂബും കൂടെ ചെറിയ കണക്ഷൻ ഉണ്ട്. അതിനെ കാണിക്കണം. അപ്പൊ കാണിക്കുന്നതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കുക. I can use another color for the easy identity. നമുക്ക് ഏറ്റവും സെൻട്രൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗമാണ് ഓവറി എന്ന് പറയുന്നത്. ഓവറി നമ്മൾ അതിന്റെ സെക്ഷൻ എടുത്ത് നോക്കണം. ഓവറിയുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കണം. ഓവറിയുടെ ക്രോസ് സെക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്?
ഓവറി എടുത്തിട്ട് ഇതാണ് ഇതിന്റെ ഓവറി എന്ന് പറയുന്നത്. ഈ ഓവറിയെ ഇതിപ്പോ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്ത ഓവറിയാണ്. ഇതിനെ ക്രോസ് ആയിട്ട് സെക്ഷൻ എടുക്കണം. വേറൊരു ഫ്ലവർ എടുത്തിട്ട് ക്രോസ് ആയിട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന് 5 ചേമ്പേഴ്സ് ആണ് ഉള്ളതെന്ന് മനസ്സിലാവും. 5 ചേമ്പേഴ്സ് ആണ്. അതിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആക്സിയൽ പ്ലാസന്റേഷനിലാണെന്നും നമുക്ക് കാണാൻ പറ്റും മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക്. ഡിസെക്ഷൻ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് ഹാവിംഗ് 5 chambers, ovary having 5 chambers and the ovules are in axial placentation ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. സോ 5 chambers 1 2 3 4 5. ഇതാണ് ഇതിന്റെ ഫ്ലോറൽ ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്ലോറൽ ഫോർമുലയാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. സിമെട്രി, ഇറ്റ് ഈസ് an actinomorphic ആണ് നമുക്കറിയാം. സോ നമ്മൾ ബൈസെക്ഷൽ. ദെൻ ഇതിന് എപ്പികാലിക്സ് ഉണ്ട്. എപ്പികാലിക്സ് ചില ഫ്ലവേഴ്സിന് 5ഉം 6ഉം 7ഉം ഒക്കെ ഉണ്ടാവും. ഇവിടെ 5 ആണ്, അപ്പൊ ഞാൻ 5 എഴുതി. ഫ്ലോറൽ ഫോർമുല. ദെൻ കാലിക്സ് ഇവിടെ 5 ആണ്. കാലിക്സ് 5 ആണ്, യുണൈറ്റഡ് ആണ്. കൊറോള 5 ആണ്, ഫ്രീ ആണ്. ആൻഡ്രീഷ്യം ഉണ്ട്. ആൻഡ്രീഷ്യം എത്രയാണ്? ആൻഡ്രീഷ്യം ന്യൂമറസ് ആണ്, എഴുതുന്നത് ഇങ്ങനെയാണ്. പക്ഷെ അത് യുണൈറ്റഡ് ആണ് നമ്മൾ പറയും അല്ലെ, മോണോഡൽഫസ് കണ്ടീഷൻ. അപ്പൊ അത് നമുക്ക് ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ഈ കൊറോള ആൻഡ്രീഷ്യം ഒരു ചെറിയ കണക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇത് കൊടുക്കണം, ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ആക്ച്വലി ഇത് പോളിപെറ്റലസ് ഫ്ലവർ ആണെങ്കിൽ പോലും കൊറോളയുടെ ബേസും ആൻഡ്രീഷ്യം സ്റ്റാമിന ട്യൂബിന്റെ ബേസും കൂടി ചെറിയ യൂണിയൻ ഉണ്ട്. ദെൻ ഗൈനീഷ്യം 5 ആണ് നമ്പർ, യുണൈറ്റഡ് ആണ്. ഇത് ഹൈപ്പോഗൈനസ് ഫ്ലവറും കൂടെ. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ തന്നെയാണ് ഓവറി ഇരിക്കുന്നത്. അതായത് ഓവറിയുടെ ചുവട്ടിൽ നിന്നാണ് ബാക്കി ഈ പറയുന്ന ഫ്ലോറൽ വേൾഡ്സ് എല്ലാം വരുന്നത്. പെറ്റലും സെപ്പലും ആൻഡ്രീഷ്യവും എല്ലാം വരുന്നത് ഓവറിയുടെ ഈ ബേസിൽ നിന്നാണ്, ഈ ചോട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെന്ന് നമുക്ക് പറയാം. അവിടെ യു ഹാവ് ടു ഡ്രോ ലൈക്ക് ദിസ്, ഒരു വര അടിയിൽ കൊടുക്കുക ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ഫ്ലോറൽ ഫോർമുല ആൻഡ് ദിസ് ഇസ് ദ ഫ്ലോറൽ ഡയഗ്രാം ഓഫ് ദ ഫ്ലോർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും ചെയ്യണം. അതായത് ഈ 2 പടങ്ങളും വരയ്ക്കണം, അതുകൂടാതെ ഫ്ലോറൽ ഫോർമുലയും എഴുതണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ആ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും സീരീസിലും ഓർഡറിലും ആ പ്ലാന്റ് വരുന്നു എന്നുള്ളതിന്റെ റീസണും കൂടെ എഴുതിയിട്ട് യു ഹാവ് ടു റൈറ്റ് ദ ഐഡന്റിഫിക്കേഷൻ ഓൾസോ. ഐഡന്റിഫിക്കേഷൻ കൂടെ എഴുതി നിങ്ങൾ ബിക്കോസ് ഓഫ് ദ അബോവ് റീസൺസ് ദിസ് പ്ലാന്റ് കംസ് അണ്ടർ ദ ഫാമിലി മാൽവേസിയെ എന്നും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ആ പ്രാക്ടിക്കലിന് കിട്ടും. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കലിന് ഒരു മെറ്റീരിയൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. സോ ഇത് മാൽവേസിയ ഫാമിലിയിലെ 1ാമത്തെ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് കാണിച്ചത്. അതിന്റെ ഫാമിലി എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അതിന്റെ തിയറി പാർട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So friends, if you like this video, please don't forget to like and click on to the bell icon to get notifications of newly uploaded videos, and also don't forget to share to your friends if it is valuable for them. Thank you very much for watching.